നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ളൊരു ആത്മവിശ്വാസം നല്ല രീതിയിൽ ലഭിക്കും. നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് മനസ്സിലാക്കി തന്നെ വാഹനം ഓടിക്കാനായിട്ട് കഴിയും. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിടുന്നത് കൂടുതലും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ചെയ്തിടുന്ന കാർ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നമ്മുടെ ചാനലിലൂടെ ചെയ്തിടുന്നത്. അത്തരത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് തുടക്ക സ്റ്റേജിൽ നിൽക്കുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട്. ഈ അബദ്ധം എന്ന് പറഞ്ഞാൽ ചെറിയ അബദ്ധങ്ങളല്ല. ഈ അബദ്ധം എന്ന് പറയുന്നത് തുടക്കക്കാരായ ഡ്രൈവേഴ്സ് ഒട്ടുമിക്ക ആൾക്കാരും ഡ്രൈവിങ്ങിൽ ചെയ്യുന്നതാണ്. കാരണം ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് പലരും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്, ഡ്രൈവിങ്ങിലെ വലിയ അബദ്ധങ്ങൾ. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ അപകടം ഉണ്ടാകും. അപകടം ഏതെങ്കിലും തരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നഷ്ടമാകും. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ അത്തരത്തിൽ ചെയ്യുന്ന വലിയ 3 അബദ്ധങ്ങൾ, ഡ്രൈവിംഗിലെ മിസ്റ്റേക്കുകളാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നമ്മുടെ പഴയ വീഡിയോകളും കൂടെ കയറി കാണുക, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഒപ്പം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് എൻ്റെ വാഹനം എടുത്തു. എന്നിട്ട് ആദ്യം തന്നെ തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു. വണ്ടിക്ക് ഞാൻ ചെറിയൊരു മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് ഗിയറിൽ ഞാനിത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇതുപോലെ വരികയാണ്. ഓക്കെ, എന്നിട്ട് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഇട്ടു, മൂന്നാമത്തെ ഗിയറിലേക്ക് ഇട്ടു. ഇങ്ങനെ മൂന്നാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ നോക്കുക, തുടക്കക്കാർ ഇതുപോലെ മൂന്നാമത്തെ ഗിയറിലൊക്കെ ഓടിക്കും. ഫോർത്ത് ഗിയറൊക്കെ നല്ല സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് ഇങ്ങനെ ഇടും. എന്നിട്ട് ഇതുപോലെ ഒരു വാഹനമൊക്കെ വരുന്ന സമയത്ത് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കും. എടുത്ത് വെക്കുന്ന സമയത്ത് പല തുടക്കക്കാർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ഒരു വലിയ മിസ്റ്റേക്കാണ്. ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യും. ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്കിലേക്ക് എടുത്ത് ഹാർഡായിട്ട് സ്ലോ ചെയ്യാനായിട്ട് ചവിട്ടി, നമ്മൾ ഹാർഡായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഉണ്ടോ ഇതുപോലെ പെട്ടെന്ന് എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. ഇങ്ങനെ നമ്മുടെ വാഹനം ഒരു മെയിൻ റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മളുടെ ബ്രേക്കിൻ്റെ അളവ് കൂടി വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ ഏറ്റവും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുറകിൽ നിന്ന് വരുന്ന വാഹനം നമ്മുടെ വണ്ടിയുടെ ബാക്കിലിടിക്കും. അപ്പോൾ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇടത്തെ കാല് നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് പെഡലിലേക്ക് വെച്ചേക്കുക. ഈ ക്ലച്ച് പെഡലിൽ വെച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാർഡായിട്ട് ഒറ്റയടിക്ക് വണ്ടി ചവിട്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടിയ വണ്ടി നിർത്താവുള്ളൂ. അത് നടു റോഡിൽ അനാവശ്യമായിട്ട് നിർത്തരുത്. പെട്ടെന്നൊരു ആളോ അല്ലെങ്കിൽ ഒരു വണ്ടിയോ എന്തേലും നമ്മുടെ വാഹനത്തിൻ്റെ മുൻവശത്ത് വന്നു നമുക്ക് ചവിട്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നാലേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ വാഹനം നിർത്തുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ എഞ്ചിൻ ഇടിക്കാതെ നമുക്കൊരു വാഹനത്തെ നിർത്താനായിട്ട് കഴിയും. അല്ലാതെ നിങ്ങൾ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ട് ചവിട്ടരുത്. അതിന് പകരം എന്ത് ചെയ്യണം, സ്മൂത്തായിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. സ്മൂത്തായിട്ട് എങ്ങനെയാണ് ബ്രേക്ക് ബാലൻസ് ചെയ്യേണ്ടത്? പതിയെ ഇതുപോലെ നിങ്ങളുടെ വലത്തെ കാലെടുത്ത് ബ്രേക്ക് പെഡലിലേക്ക് വെച്ചേക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പം ഞാൻ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് ആവശ്യം വരുന്നതിനനുസരിച്ച് പതുക്കെ മെല്ലെ താഴ്ത്തി കൊടുക്കുക. അങ്ങനെ മാത്രമേ നിങ്ങൾ ബ്രേക്കിനെ ബാലൻസ് ചെയ്യാവുള്ളൂ. അതായത് നമ്മുടെ ടയറിൻ്റെ കറക്കത്തെ നമ്മൾ കുറയ്ക്കാനായിട്ട് എത്രത്തോളം കുറവ് വേണം അതിന് മാത്രമുള്ള അളവിൽ മാത്രം ചവിട്ടി കൊടുക്കുക. ഹാർഡായിട്ടുള്ള ബ്രേക്കിംഗ് ഡ്രൈവിങ്ങിൽ ഒഴിവാക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, മെയിൻ റോഡിൽ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഒരുപാട് തുടക്കക്കാർ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് പറയുന്നത്. ഈ മിസ്റ്റേക്ക് നിങ്ങളിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അത് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് ഇപ്പോൾ എൻ്റെ വണ്ടി സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ തേർഡ് കൊടുത്തു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ ഫോർത്ത് കൊടുത്തു. ഇപ്പം 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് എതിരെ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു വളവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പേടിക്കും, തുടക്കക്കാർ പേടിക്കും. അപ്പം പെട്ടെന്നൊരു കയറ്റോ വളവ് കണ്ടു കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന ഒറ്റയടിക്ക് എടുക്കും. ഇതുണ്ടോ ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ജെർക്കുണ്ടായി.
നമ്മൾ പെട്ടെന്ന് ഫോർത്തിൽ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു കയറ്റമോ വളവോ കണ്ടപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഡയറക്റ്റ് 4ാമത്തെ ഗിയറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. അപ്പം വാഹനത്തിനുള്ളിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ചെയ്യുന്ന പോലെ അവസ്ഥ വരും, ഇങ്ങനെ ചാട്ടം വരും. അങ്ങനെ ചാട്ടം വരുന്ന സമയത്ത് നമ്മുടെ വാഹനം വലിയൊരു അപകടം വരുന്ന ഒരു രീതിയിലാണ് വാഹനം വരുന്നത്. കൂടെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിലൊക്കെ മുന്നിലേക്ക് ആഞ്ഞ് ഇവിടെ ഈ ഡാഷ്ബോർഡിൽ വന്ന് അവരുടെ തലയിടിക്കും. പുറകിലുള്ളവരാണെങ്കിൽ അവർ ഫ്രണ്ടിലേക്ക് ആഞ്ഞു വന്ന് ഫ്രണ്ടിലെ സീറ്റിൻ്റെ ബാക്കിൽ വന്ന് അവർ വന്ന് ഇടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് വരും. അവിടെ നിങ്ങൾ ഒരു കാരണവശാൽ ഈ മെത്തേഡിൽ ഫസ്റ്റ് കൊടുക്കരുത്. നമ്മുടെ വണ്ടി ഒരു 4th ഗിയറിൽ വരുന്നു, മുന്നിലൊരു കയറ്റോ വളവോ കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇപ്പം ഞാൻ ഫസ്റ്റ് കൊടുത്ത് ഇങ്ങനെ വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി 2nd ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി 3rd ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ 3ാമത്തെ ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ പോവാണ്. ഓക്കെ, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി 4th ഗിയറിലേക്ക് ഇട്ടു, 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് മുന്നിലൊരു കയറ്റോ വളവോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇടത്തേക്കാലെടുത്ത് ക്ലച്ചിലേക്ക് വരിക, വലത്തേക്കാല് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി പതുക്കെ ഒന്ന് സ്ലോ ചെയ്തിട്ട് ക്ലച്ച് പിടിച്ചിട്ട് 3rd ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ആ ചെറിയ കയറ്റം അല്ലെങ്കിൽ വളവ് പതിയെ 3rd ഗിയറിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കുക. ഇനി നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് കയറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ക്ലച്ച് പിടിച്ചിട്ട് 2nd ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 2nd ഗിയറിലേക്ക് നമ്മൾ ഡൗൺ ചെയ്ത് കൊടുക്കുമ്പോൾ 2nd ഗിയറിന് പിടുത്തം വരും. എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് നോക്കുക, കയറുന്നുണ്ടോ എന്ന് നോക്കുക. കയറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഇങ്ങനെ പതിയെ നമ്മൾ എന്ത് ചെയ്യണം, 2nd ഗിയറിൽ വന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് വരും. അപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ബ്രേക്കും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് വണ്ടി അത്യാവശ്യം സ്ലോ ചെയ്തിട്ട് മാത്രമേ ഫസ്റ്റ് ഇടാവുള്ളൂ. അതായത് ചെറിയ റണ്ണിങ് നിന്നോട്ടെ, പക്ഷെങ്കിൽ ഹാർഡായിട്ട് റണ്ണിങ് വരാതെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ രീതിയിൽ റണ്ണിങ് സ്ലോ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും പെട്ടെന്നുള്ള ജെർക്ക് വരത്തില്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചാൽ, ഇപ്പോൾ 2nd ഇങ്ങനെ വരുവാണ്, ഇതിപ്പോൾ ഞാൻ 3rd വരുന്നു, ഇപ്പം ഞാൻ 4th വരുന്നു. ഇപ്പോൾ 4th ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് കണ്ടു, ഞാൻ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ക്ലച്ച് പിടിച്ച് 3rd ആദ്യം ഇട്ടു. വീണ്ടും വളവിൻ്റെ അളവ് കൂടുതലാണ്, ബ്രേക്ക് ബാലൻസ് ചെയ്ത് 2nd ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് കയറുവാണ്. അപ്പോൾ ഈ കയറ്റത്തിന് അളവ് കൂടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആക്സിലറേഷൻ അയച്ചു, ബ്രേക്ക് വന്ന് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ഈ റണ്ണിങ് നിലനിർത്തി ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തതുകൊണ്ടോ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു. അപ്പോൾ നമ്മുടെ വാഹനത്തിനുള്ളിൽ ഒരു കാരണവശാലും ജെർക്ക് വരത്തില്ല. പക്ഷേ 4th പോകുന്ന സമയത്ത് ആ ഒരു 30-35 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സമയത്ത് ക്ലച്ച് പിടിച്ച് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുകയാണ്, ബ്രേക്കിൻ്റെ സഹായമില്ലാതെ. അതായത് ബ്രേക്ക് കൊടുത്ത് വണ്ടിയെ സ്ലോ ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സമയത്ത് ഒറ്റയടിക്ക് ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു കയറ്റം കണ്ടു അല്ലെങ്കിൽ മുന്നിൽ ഒരു ജംഗ്ഷൻ കണ്ടു, അപ്പോൾ ഫസ്റ്റ് കൊടുത്താണ് തിരിയേണ്ടതെന്ന് കരുതി നമ്മൾ അങ്ങനെ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ വലിയൊരു സഡൻ ബ്രേക്ക് ചെയ്യുന്നതിന് പോലെയുള്ള സിറ്റുവേഷൻ വരും. എന്നാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഡയറക്റ്റ് 4th നിന്ന് ഫസ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് കൊടുത്ത് ഇങ്ങനെ വരുന്നു, 2nd ഗിയറിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാനിത് 3rd ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി 4th ഇടുന്നു. ഇങ്ങനെ ഞാൻ 4th ഗിയറിൽ വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു ജംഗ്ഷനോ ഒരു കയറ്റോ വന്നു, ഞാൻ 4ാമത്തെ ഗിയറിൽ ഒരു 40-30 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ വരുവാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കൊടുക്കണം, ഒരു കയറ്റമാണ് അവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം, വണ്ടിയുടെ റണ്ണിങ് ആവറേജ് നല്ല രീതിയിൽ നിന്നതിന് ശേഷം ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ആ കയറ്റം കയറുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഒരു കാരണവശാലും സ്പീഡിൽ പോകുന്ന വണ്ടിയിൽ ഡയറക്റ്റ് കൊടുക്കാൻ പാടില്ല. വണ്ടിയുടെ റണ്ണിങ് സ്ലോ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ലോ ചെയ്തിട്ട് കൊടുത്തോ, അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കരുത്. ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഡ്രൈവിംഗ് ട്രിക്കുകൾ നമ്മുടെ ചാനലിൽ ഉണ്ട്. ഏകദേശം ഒരു 1500 വീഡിയോ അടുത്ത് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ വീഡിയോകൾ പഴയതൊക്കെ കയറി കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് കാണാം. നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള പ്രാക്ടീസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.